വരുമെന്ന് എനിക്കറിയായിരുന്നു. അത് മരുന്നിടാൻ വേണ്ടിട്ട്. എന്റെ അസുഖത്തിനുള്ള മരുന്ന് നീ തന്നെയാ. നീ എന്റെ അടുത്തിരുന്നാ മതി, എന്റെ അസുഖം മാറിക്കോളും. ഞാൻ പോട്ടെ. ഞാൻ വിടില്ല. എന്റെ അസുഖത്തിന്റെ കാരണം എന്താണെന്നറിയോ? നിന്നെ കുറിച്ചുള്ള ചിന്തയാ. നമ്മൾ ഒന്നിച്ച് ജീവിക്കേണ്ട ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത. എന്നോട് അങ്ങനെ പറയരുത്. പിന്നെ ഞാൻ ആരോടാ പറയാ? അനിയത്തിയുടെ ഭർത്താവായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്കിൽ ഇപ്പൊ ഈ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ അടുത്ത് വന്നെന്തിനാ? മരുന്ന് കള്ളം. എന്റെ മനസ്സ് നിന്നോട് പറഞ്ഞു, അതാണ് നീ വന്നത്. രാധിക, നമുക്കിനി പിരിഞ്ഞിരിക്കാൻ പറ്റൂ? പറയേ. ശരി, കുറച്ചു നേരം എന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കേ. എന്റെ ഒരു ആശ്വാസത്തിന്. ഫിദമ്മയുടെ ആകെ ടെൻഷനിലാണല്ലോ. ആരാ ഇപ്പൊ പോയത്? അത് ഫിദ മാഡത്തിനെ ദ്രോഹിക്കാൻ നടക്കുന്ന ഒരു സ്ത്രീയാ. ഫിദ മാഡത്തിന് ശത്രുക്കളോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നല്ലവർക്ക് ശത്രുക്കളുണ്ടാവും. അതാ ഫിദ മാഡത്തിന് ശത്രുക്കളുള്ളത്. ഞാൻ അവരെ കണ്ടു. ഇതിനു മുൻപ് എവിടെയോ കണ്ടതുപോലെ തോന്നുകയും ചെയ്തു. അത് മോൾക്ക് തോന്നുന്നതായിരിക്കും. എനിക്ക് അവളുടെ വിലപ്പെട്ട ഒരൊപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. അവൾ അനുഭവിക്കാനിരിക്കുന്ന ശ്യാമയുടെ സ്വത്ത് മുഴുവൻ എനിക്ക് എഴുതി തന്നു എന്നൊരു അത് ഞാൻ വാങ്ങിയിരിക്കും സോണിയ. സ്വന്തം അമ്മയല്ല അവളെ അവസാനിപ്പിക്കാനുള്ളവളാ വന്നിരിക്കുന്നതെന്ന് അവൾക്ക് അറിയില്ലല്ലോ. അപ്പോ ഇന്ന് മുതൽ ഞാനാണ് അവളുടെ പെറ്റമ്മ. അവളെ കാത്തിരിക്കുന്ന പെറ്റമ്മ. മനസ്സിലായോ? ഹലോ പ്രിയങ്ക മുത്തശ്ശി, എത്ര ദിവസമായി നീ ഒന്ന് വിളിച്ചിട്ട്? എന്താ അവിടെ നടക്കുന്നേ? അവളെ എന്താ ഇങ്ങോട്ട് വിടാത്തെ? അത് വർണ്ണന്റെ ഏട്ടന്റെ ചികിത്സയുടെ കാര്യം പറഞ്ഞ് ആ പിശാച് ഇവിടെ തന്നെ കൂടിയിരിക്കുക. എനിക്ക് അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിനക്കവിടെ അവള് വല്ല ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ടോ? ബുദ്ധിമുട്ട് തന്നെയാ. എല്ലാവരുടെ മനസ്സിലും എന്നെക്കാളും വലിയ സ്ഥാനോ. ഭക്തയല്ലേ, അതിന്റെ പ്രസക്തി വേറെയും.
കേട്ട് കേട്ട് എന്റെ ചെവി പഴുത്തു. വരുണിപ്പ എങ്ങനെയാ നിന്നോട്? അക്കാര്യം പറഞ്ഞ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എങ്ങനെയെങ്കിലും ഞാനൊന്ന് ഒഴിവായി പോയാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുവാ വരുൺ. വരുണിന്റെ മനസ്സിൽ വേറെന്തോ പ്ലാനുണ്ട്. എത്ര പെട്ടെന്ന് ഞാൻ ഒഴിവാകുന്നോ അപ്പൊ തന്നെ ആരോ ഒരാള് വരുണിന്റെ ജീവിതത്തിലേക്ക് വരാനുണ്ട്. ഹേയ്, അതൊന്നും നടക്കില്ല മോളെ. മുത്തശ്ശിക്ക് അങ്ങനെയൊക്കെ പറയാം. ഓരോ ദിവസം നേരം വെളുക്കുമ്പോഴും ഞാൻ കണിമംഗലത്തിന്റെ അകത്താണോ പുറത്താണോ എന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ദയനീയമാ സ്ഥിതി. നീ നിരാശപ്പെടണ്ട മോളെ. മുത്തശ്ശി ജീവിച്ചിരിക്കുമ്പോ നീ കണിമംഗലത്ത് നിന്നോ വരുണിന്റെ മനസ്സിൽ നിന്നോ ഇറങ്ങേണ്ടി വരില്ല. വരുണിനെ നിന്റെ വഴിക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയെന്ന് മുത്തശ്ശിക്ക് നല്ല നിശ്ചയമുണ്ട്. മുത്തശ്ശി ഒന്നും മിണ്ടാതിരുന്നേ. ഇന്നാള് മുത്തശ്ശി നേരിട്ട് കണ്ടതാണല്ലോ രണ്ടാമത് താലി ചാർത്താൻ വന്നപ്പോ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ. അന്ന് മുത്തശ്ശിയോട് പോലും വരുൺ മോശമായിട്ട് സംസാരിച്ചില്ലേ? ഞാൻ അതങ്ങ് സഹിച്ചു. കാരണം നിനക്ക് വേണ്ടിയല്ലേ. മുത്തശ്ശി ഒരു കാര്യം ചെയ്യാം. മുത്തശ്ശി നാളെ ഒരാളെ കാണാം. തൽക്കാലം അയാൾക്ക് ചെയ്തു തരാവുന്ന പരിഹാരങ്ങളെ നിനക്കിപ്പോ ഉള്ളൂ. മുത്തശ്ശി എടി, ആറ്റുവാശ്ശേരിയിൽ നിന്ന് നിന്നെ കണിമംഗലത്തേക്ക് അയച്ചത് ഞാനാ. അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചതാ, കണിമംഗലത്തൊരു മഹാറാണി ഉണ്ടെങ്കിൽ അത് നീ തന്നെയാണ്.